ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പറ്റുന്നത് കൺസൈൻമെന്റിന്റെ അടുത്ത ടേംസ് ആണ് നോക്കാൻ പറ്റുന്നത്. അഡ്വാൻസ്. എന്താണ് ഈ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ? അഡ്വാൻസ് ഓഫ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ദി കൺസൈനി ടു ദി കൺസൈനർ ഫോർ ദി പാർട്ട് ഓഫ് ദി വാല്യൂ ഓഫ് ഗുഡ്സ് കൺസൈൻഡ്. അഡ്വാൻസ് ഓഫ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ദി കൺസൈനി ടു ദി കൺസൈനർ ഫോർ ദി പാർട്ട് ഓഫ് ദി വാല്യൂ ഓഫ് ഗുഡ്സ് കൺസൈൻഡ്. അതായത് കൈമാറ്റം ചെയ്ത സാധനങ്ങളുടെ മൂല്യത്തിന്റെ ഒരു ഭാഗത്തിനായി കൺസൈനിക്ക് അഡ്വാൻസ് പേയ്മെന്റ് നൽകുന്നുണ്ട്. കൈമാറ്റം ചെയ്ത സാധനങ്ങളുടെ മൂല്യത്തിന്റെ ഒരു ഭാഗത്തിനായി കൺസൈനിക്ക് അഡ്വാൻസ് പേയ്മെന്റ് നൽകുന്നുണ്ട്. അഡ്വാൻസ് മേ ബി ഇൻ ദ ഫോം ഓഫ് എ ചെക്ക് ഓർ എ ഡ്രാഫ്റ്റ്. അഡ്വാൻസ് മേ ബി in the form of a check or a draft. അഡ്വാൻസ് ഒരു ചെക്കിന്റെ രൂപത്തിലോ ഡ്രാഫ്റ്റിന്റെ രൂപത്തിലോ ആകാം. അഡ്വാൻസ് ഒരു ചെക്കിന്റെ രൂപത്തിലോ ഡ്രാഫ്റ്റിന്റെ രൂപത്തിലോ ആകാം. If a consignee is not able to advance money, a bill of exchange may be drawn by the consignor on the consignee. അപ്പൊ എന്താ പറയുക? If a consignee is not able to advance money, a bill of exchange may be drawn by the consignor on the consignee. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസൈനി പണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ is not able to advance money. കൺസൈനി പണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ കൺസൈനർക്ക് കൺസൈനിക്ക് മേൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്യാം. കൺസൈനി മണി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ കൺസൈനർക്ക് കൺസൈനിക്ക് മേൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്യാം. The consignor discounts the bill with his bank and get money. The consignor discounts the bill with his bank and gets money. The advance given by the consignee will be deducted from the sale proceeds. The advance given by the consignee will be deducted from the sale proceeds. അതായത് കൺസൈനർ ഈ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുകയും പണം നേടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അത് എപ്പോഴെങ്കിലും കൺസൈനി നൽകുന്ന അഡ്വാൻസ് സെയിൽസിന്റെ വരുമാനത്തിൽ നിന്നും കുറയ്ക്കാവുന്നതാണ്. അപ്പൊ എന്താ പറയുന്നത്? The consignor discounts the bill with his bank and gets money. കൺസൈനർ ഈ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുകയും പണം നേടുകയും ചെയ്യുന്നു. The advance given by the consignee will be deducted from the sale proceeds. പിന്നീട് എപ്പോഴെങ്കിലും കൺസൈനി നൽകുന്ന അഡ്വാൻസ് സെയിൽസിന്റെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കുന്നതാണ്. അപ്പൊ ഇത് 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പറയാൻ പറ്റുന്നത് കമ്മീഷൻ ആണ്. കമ്മീഷൻ എന്താ നമുക്ക് നോക്കാം. കമ്മീഷൻ എന്ന് പറയുന്നത് the consignee gets commission as a remuneration for the goods sold on consignment. അപ്പൊ എന്താ പറയുക? The consignee gets commission as a remuneration for the goods sold on consignment. കൺസൈനർ കമ്മീഷന്റെ അടിസ്ഥാനത്തിലല്ലേ കൺസൈനിക്ക് സാധനം വെക്കുന്നത്. അതാണ് പറയാൻ പറഞ്ഞത്. അപ്പൊ എന്ത് പറയുന്നത്? വിൽപ്പന നടത്തിയ സാധനങ്ങൾക്ക് പ്രതിഫലമായി കൺസൈനിക്ക് കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. കമ്മീഷൻ എത്ര ടൈപ്പാണ്? 3 ടൈപ്പാണ്. അപ്പൊ എന്തൊക്കെയാണ്? സിമ്പിൾ കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷൻ, ഡെൽക്കണറി കമ്മീഷൻ. ഇത് 3 എന്താ നമുക്ക് നോക്കാം. എന്താണ് സിമ്പിൾ കമ്മീഷൻ എന്ന് പറയുന്നത്? സിമ്പിൾ കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ ഈസ് paid on the basis of total sales. കമ്മീഷൻ ഈസ് paid on the basis of total sales. അതായത് ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന കമ്മീഷനാണ് എന്താ പറയുന്നത്? സിമ്പിൾ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ക്യാഷ് സെയിൽസും പ്ലസ് ക്രെഡിറ്റ് സെയിൽസും. ക്യാഷിന് വിൽക്കുന്ന കാര്യങ്ങളും കടത്തിന് വിൽക്കുന്ന കാര്യങ്ങളും അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്താ പറഞ്ഞത്? ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ
ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കൊടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞത് സിമ്പിൾ കമ്മീഷൻ എന്ന് പറയുന്നത്. രണ്ടെന്ന് പറഞ്ഞത് ഓവർ റൈഡിംഗ് കമ്മീഷൻ. എന്താണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്? ദിസ് ഈസ് എ കമ്മീഷൻ പെയ്ഡ് ടു ദി കൺസൈനി ഫോർ സെല്ലിംഗ് ദ ഗുഡ്സ് at a price higher than the selling price. It is a commission paid to the consignee for selling the goods at a price higher than the selling price. അതായത് സെല്ലിംഗ് പ്രൈസിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഗുഡ്സ് വിൽക്കുന്നതിന് കൺസൈനിക്ക് നൽകുന്ന കമ്മീഷനാണ്. എന്താണ് ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ? വിൽപ്പന വിലയേക്കാൾ, സെല്ലിംഗ് പ്രൈസിനേക്കാൾ ഉയർന്ന വിലയ്ക്ക്, അതിനാണ് ഹയർ ദാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹയർ ദാൻ പ്രൈസ്. സെല്ലിംഗ് പ്രൈസിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഗുഡ്സ് വിൽക്കുന്നതിന് കൺസൈനിക്ക് നൽകുന്ന കമ്മീഷൻ വിളിക്കുന്ന പേരാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡെൽക്കഡറി കമ്മീഷൻ. എന്താണ് ഈ ഡെൽക്കഡറി കമ്മീഷൻ എന്ന് പറയുന്നത്? An additional commission is given to the consignee for assuming responsibility for bad debts. എന്താണ് ഈ ബാഡ് ഡെബ്സ് എന്ന് പറഞ്ഞാൽ? കിട്ടാക്കടം. നിങ്ങൾ ഫസ്റ്റ് സെമ്മില് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രേഡിങ് ബിയാൻഡ് അക്കൗണ്ട് ഒക്കെ പഠിച്ചു പറഞ്ഞോ? ആ ബിയാൻഡ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ബാഡ് ഡെബ്സ്. അപ്പൊ എന്തോ ഡെൽക്കഡറി കമ്മീഷൻ പറയുമ്പോൾ an additional commission is given to the consignee for assuming responsibility for bad debts. ബാഡ് ഡെബ്സ് ഏറ്റെടുക്കുന്നതിനായി കൺസൈനിക്ക് നൽകുന്ന ഒരു അഡീഷണൽ കമ്മീഷനാണിത്. ബാഡ് ഡെബ്സ് ഏറ്റെടുക്കുന്നതിനായി കൺസൈനിക്ക് നൽകുന്ന ഒരു അഡീഷണൽ കമ്മീഷനാണിത്. ഇൻ ദിസ് കേസ്, ഈ സാഹചര്യത്തിൽ the agent is responsible for the bad debts but not for loss due to a dispute between the buyer and the seller. The agent is responsible for the bad debts but not for loss due to a dispute. എന്താണ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ? തർക്കങ്ങൾ. between the buyer and the seller. വാങ്ങുന്നയാളും വിൽക്കുന്നയാളും, ബയർ ആൻഡ് സെല്ലർ മീൻസ് ആണ് വാങ്ങുന്നയാളും വിൽക്കുന്നയാളും, അവർ തമ്മിലുള്ള തർക്കങ്ങളിൽ ബാഡ് ഡെബ്സിന്റെ ഉത്തരവാദിത്തം ഏജന്റ് ആയിരിക്കും. വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിലുള്ള തർക്കങ്ങളിൽ ബാഡ് ഡെബ്സിന്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കണം? ഏജന്റ് ആയിരിക്കും. ഏജന്റ് മീൻസ് കൺസൈനി ആയിരിക്കും. ഡെൽക്കഡറി കമ്മീഷൻ ഈസ് പേയബിൾ ഓൺ ടോട്ടൽ സെയിൽസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെൽക്കഡറി കമ്മീഷൻ ഈസ് പേയബിൾ ഓൺ ടോട്ടൽ സെയിൽസ് ആൻഡ് നോട്ട് മെർലി ഓൺ ക്രെഡിറ്റ് സെയിൽസ്. ഡെൽക്കഡറി കമ്മീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. ക്രെഡിറ്റ് സെയിൽസിന് മാത്രം കൊടുത്താൽ പോരാ, ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ഉൾപ്പെടുത്തി വേണം നമ്മുടെ ഡെൽക്കഡറി കമ്മീഷൻ കണക്കാക്കേണ്ടത്. If a commission were to be paid on credit sales, ഡെൽക്കഡറി കമ്മീഷൻ ക്രെഡിറ്റ് സെയിൽസിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ the agent would be tempted to record all sales as a credit sales. ഡെൽക്കഡറി കമ്മീഷൻ ക്രെഡിറ്റ് സെയിൽസിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഏജന്റ് എല്ലാ സെയിൽസും ക്രെഡിറ്റ് സെയിൽസ് ആക്കി രേഖപ്പെടുത്താൻ പ്രേരിതനാകും. അതായത് ക്യാഷ് സെയിൽസിൽ വരുന്ന കാര്യങ്ങളെല്ലാം അതെന്താക്കി മാറ്റേണ്ടി വരും? ക്രെഡിറ്റ് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർക്കുക, ഡെൽക്കഡറി കമ്മീഷൻ എപ്പോഴും എന്തായിരിക്കണം? ടോട്ടൽ സെയിൽസിനെ കൺസിഡർ ചെയ്യാവും. അഥവാ ക്രെഡിറ്റ് സെയിലിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് സെയിൽ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതാണ് ഡെൽക്കഡറി കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? വിൽപ്പന നടത്തിയ സാധനങ്ങൾക്ക് പ്രതിഫലമായി കൺസൈനിക്ക് കമ്മീഷൻ നൽകുന്നുണ്ട്. അവ പ്രധാനമായിട്ടും എത്ര ഡിവൈഡ് ചെയ്യാം? 3 ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് സിമ്പിൾ കമ്മീഷൻ, രണ്ടെന്നത് ഓവർ റൈഡിംഗ് കമ്മീഷൻ, മൂന്നെന്ന് ഡെൽക്കഡറി കമ്മീഷൻ. സിമ്പിൾ കമ്മീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന കമ്മീഷൻ വിളിക്കുന്ന പേരാണ് സിമ്പിൾ സെയിൽസ് എന്ന് പറയുന്നത്. അത് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിലും ചേരുമ്പോഴാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുക. ഓവർ റൈഡിംഗ് കമ്മീഷൻ പറയുന്നതാണ് സെല്ലിംഗ് പ്രൈസിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഗുഡ്സ് വിൽക്കുന്നതിന് കൺസൈനിക്ക് നൽകുന്ന കമ്മീഷൻ വിളിക്കുന്ന പേരാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽക്കഡറി കമ്മീഷൻ പറയുന്നതാണ് ബാഡ് ഡെബ്സ് ഏറ്റെടുക്കുന്നതിനായി കൺസൈനിക്ക് നൽകുന്ന ഒരു അഡീഷണൽ കമ്മീഷനാണിത്. ഈ സാഹചര്യത്തില് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള തർക്കങ്ങളിൽ
ബാഡസിന്റെ റെസ്പോൺസിബിലിറ്റി ആരായിരിക്കണം? ഏജന്റ് ആയിരിക്കണം, അതായത് കൺസൈനി ആയിരിക്കണം. ഡെൽക്കട്ടറി കമ്മീഷൻ ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ് നൽകേണ്ടത്. അഥവാ ക്രെഡിറ്റ് സെയിൽസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാഷ് സെയിൽസ് വരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് സെയിലായിട്ട് ഏജന്റ് ഉൾപ്പെടുത്തേണ്ടി വരും, രേഖപ്പെടുത്തേണ്ടി വരും. ഇത്രയുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ.